ഒരിക്കൽ നമ്മുടെ കൈലാസത്തിൽ ഗണപതി ഭഗവാനും കാർത്തികേയ ഭഗവാനും തമ്മിൽ ഒരു വലിയ തർക്കമുണ്ടായി. ആരാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠൻ എന്നതിനെ ചൊല്ലിയായിരുന്നു തർക്കം. ഈ തർക്കം കേട്ട് നമ്മുടെ കൈലാസനാഥനായ ഭഗവാൻ ശിവൻ ഒരു സൂത്രം കണ്ടുപിടിച്ചു. ഭഗവാൻ പറഞ്ഞു, ആരാണോ ആദ്യം ലോകം ചുറ്റി വരുന്നത് അവനാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠൻ. ഭഗവാൻ ഇത് പറഞ്ഞതും നമ്മുടെ സുന്ദരനായ കാർത്തികേയൻ തന്റെ വേഗതയേറിയ വാഹനമായ മയിലിന്റെ പുറത്ത് കയറി ലോകം ചുറ്റാൻ അതിവേഗം പറന്നുപോയി. പക്ഷേ നമ്മുടെ ഗണപതി ഭഗവാൻ അദ്ദേഹം അവിടെ തന്നെ നിന്നു. വലിയ ശരീരവും ചെറിയ വാഹനവുമായ എലിയുമായി ലോകം ചുറ്റാൻ പറ്റില്ലെന്ന് ഗണപതി ഭഗവാൻ അറിയാമായിരുന്നു. എല്ലാവരും ഗണപതി ഭഗവാനെ കളിയാക്കി ചിരിച്ചു. പക്ഷേ ഗണപതി ഭഗവാൻ ഒരു ബുദ്ധി തോന്നി. അദ്ദേഹം ഒട്ടും വൈകാതെ തന്റെ പ്രിയപ്പെട്ട അച്ഛനമ്മമാരായ ശിവനെയും പാർവതിയെയും 3 തവണ പ്രദക്ഷിണം വെച്ചു. ശേഷം വിനയത്തോടെ കൈകൂപ്പി നിന്നു. കാർത്തികേയൻ ലോകം മുഴുവൻ ചുറ്റി ക്ഷീണിച്ച് തിരിച്ചെത്തിയപ്പോൾ ഗണപതി ഭഗവാൻ ശാന്തനായി നിൽക്കുന്നത് കണ്ടു അത്ഭുതപ്പെട്ടു. ഭഗവാൻ ശിവൻ ഗണപതിയോട് ചോദിച്ചു, എന്തിനാണ് നീ ഇവിടെ തന്നെ നിന്നത്? അപ്പോൾ ഗണപതി ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ മാതാപിതാക്കളാണ് എന്റെ ലോകം. അവരെ പ്രദക്ഷിണം വെച്ചാൽ ലോകം മുഴുവൻ ചുറ്റിയതിന് തുല്യമാണ്. ഗണപതി ഭഗവാന്റെ ഈ ബുദ്ധിയിലും മാതാപിതാക്കളോടുള്ള ഭക്തിയിലും നമ്മുടെ ശിവനും പാർവതിയും ഒരുപാട് സന്തോഷിച്ചു. ഉടൻ തന്നെ ഭഗവാൻ ശിവൻ പ്രഖ്യാപിച്ചു, മത്സരത്തിൽ വിജയിച്ചത് ഗണപതിയാണ്. ശേഷം ഗണപതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിഭവമായ ലഡ്ഡു സമ്മാനമായി നൽകി. അങ്ങനെയാണ് ഗണപതി ഭഗവാന് ലഡ്ഡു ഇത്ര പ്രിയപ്പെട്ടതായതും നമുക്കെല്ലാം പ്രിയപ്പെട്ട ഗണപതി ബുദ്ധിയുടെ ദൈവമായതും. കണ്ടില്ലേ, ശക്തിയേക്കാൾ വലുതാണ് ബുദ്ധിയും മാതാപിതാക്കളോടുള്ള സ്നേഹവും എന്ന് ഈ കഥ നമുക്ക് കാണിച്ചു തന്നു. ഗണപതി ഭഗവാന്റെയും കാർത്തികേയ ഭഗവാന്റെയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ശ്രീ ഗണേഷ്, ജയ് ശ്രീ കാർത്തികേയ, ജയ് മാ പാർവതി, ഹർ ഹർ മഹാദേവ്.